സെന്റൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിലും നമുക്ക് 8-9 വാക്യം ഒന്ന് വായിക്കാം. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ ചെറിയൊരു സെന്റൻസ് ആണ് നമ്മൾ എടുക്കാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 8-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ശ്രദ്ധിക്കുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മൺമറഞ്ഞു പോയില്ല, ക്ഷയിച്ചു പോയില്ല. നമ്മുടെയൊക്കെ ബോഡി അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വന്തം അത് മണ്ണിനോട് അങ്ങ് ക്ഷയിച്ച് ചേരുവാനിടയായിത്തീരും. യേശുവിന്റെ ഡെഡ് ബോഡി മണ്ണിനോട് ചേർന്നില്ല. അതിന് സ്വന്തം ക്ഷയം വന്നില്ല, ക്ഷയിച്ചു പോയില്ല. സ്വന്തം അതിന്റെ ഒരു മാംസ ശകലം പോലും അഴുത്തു പോകാൻ ദൈവം അനുവദിച്ചില്ല. വചനം വിളിച്ചു പറഞ്ഞു, അവൻ അക്ഷയനായ ദൈവം, അക്ഷയനായ ക്ഷയമില്ലാത്ത ക്ഷയമില്ലാത്ത റോമാലേഖനത്തിൽ പറയുന്നത്, അക്ഷയനായ ദൈവത്തെ അവർ ക്ഷയമുള്ള നാൽക്കാലി, പക്ഷി, ഇഴജാതി, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. അറിയാം, അക്ഷയനായ ദൈവത്തിന്റെ ആ അനുഭവത്തെ, തേജസ്സിനെ അവര് നാൽക്കാലി, പക്ഷി, ഇഴജാതി, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു എന്ന ലോകത്തിൽ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. യേശു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പല രൂപത്തിലുള്ള പ്രതിമകളാണ് ഉണ്ടാക്കി ആരാധിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ യേശുവിനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പച്ചയായിട്ട് തോന്നും. ചില സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നീലയായിട്ട് തോന്നും. ചില സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ കറുപ്പായിട്ട് തോന്നും. ചില സ്ഥലത്ത് യേശുവിൻ കുച്ചിത്താടിയുള്ള ഒരു യേശുവിനെ കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് നീട്ടി വളർത്തിയ താടിയുള്ള യേശുവിനെ കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് മുടി കുറവുള്ള യേശുവിനെ കാണാം. ചില സ്ഥലത്ത് മുടി കൂടുതലുള്ള യേശുവിനെ കാണാം. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരുപാട് വ്യത്യസ്തകൾ ഉള്ള രൂപം യേശുവിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കും. ബൈബിൾ പറയുന്നത്, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ, ഇഴജാതി, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കേട്ടോ പ്രിയമക്കളെ, ദൈവത്തെ മനുഷ്യന്റെ കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൈകൊണ്ട് ഉണ്ടാക്കി നാം ദൈവം എന്ന് വിശേഷിപ്പിച്ച് ആരാധിക്കുന്നത് ദൈവമല്ല. മനസ്സിലാക്കണം. ജീവനുള്ള നിങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് നിങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം, നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കണം, എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കണം, എവിടെയെങ്കിലും മുറിക്കകത്ത് അടച്ച് വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭിത്തിയിൽ തൂക്കിയിടണം, സ്റ്റാൻഡ് പണിത് അതിന്റെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ സ്വന്തം അങ്ങനെ നമ്മളുടെ ഇഷ്ടപ്രകാരമല്ലേ. സ്വന്തം നമ്മളൊരു വീട് പണിയുമ്പോ ആരോടെങ്കിലും, ഈ കൂട്ടത്തിലിരിക്കുന്ന ആരോടെങ്കിലും, മുൻപൊക്കെ പാരമ്പര്യത്തിൽ നിന്നിരുന്നവരല്ലേ, നമ്മളൊരു വീട് പണിയുമ്പോൾ ദൈവം വന്നിട്ട് പറയുകയാണ്, നിന്റെ വീട്ടിൽ ഇന്ന മൂലയിൽ ഇന്ന മുറിയിൽ ഒരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ട് അവിടെ എനിക്ക് പാർക്കേണ്ടതാണ്, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് ആരോടെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദൈവം പറയൂ? ഒരിക്കലുമില്ല. ജീവനുള്ള ദൈവം പറയത്തില്ല. പക്ഷെ നമ്മളൊരു വീട് പണിയുമ്പോൾ ദൈവത്തിന് ഇരിക്കാൻ തക്ക വിധത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. സ്തോത്രം. കയറി വരുമ്പോൾ തന്നെ ദൈവത്തെ കണ്ട് കയറത്തക്ക നിലവാരത്തിൽ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ദൈവങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ, എല്ലാ ദൈവങ്ങളെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെയൊക്കെ അവിടെ ഇങ്ങനെ ഇരുത്തുവാൻ ഇടയായിത്തീരും. ഇത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ്, വില കൊടുത്ത് വാങ്ങിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരെ നിങ്ങളുടെ ബുദ്ധിയെ കൊണ്ടൊന്ന് ചിന്തിക്കണം പ്രിയ മക്കളെ. നിങ്ങൾ വില കൊടുത്ത്, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ വില കൊടുത്ത് ഏതെങ്കിലും ഷോറൂമിൽ നിന്നോ ഷോപ്പിൽ നിന്നോ തെരുവിൽ നിന്ന് വിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നോ മേടിച്ചു കൊണ്ടൊന്ന് വീട്ടിൽ വെക്കുന്ന ഇത് എങ്ങനെ ദൈവമാണ്? ഇതെങ്ങനെ ദൈവമാണ്? നീ അല്ല ആ ദൈവത്തെക്കാൾ വലുത്. നിന്റെ പണം കൊടുത്തിട്ടല്ലാതെ ഈ ദൈവം വെറുതെ കയറി വന്നതല്ലല്ലോ. അങ്ങനെ വരികയാണ് നിങ്ങൾ ആരാധിച്ചു.
നിങ്ങൾ വീട്ടിൽ ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരിക, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പാർക്കാൻ വേണ്ടി വന്നിരിക്കുക അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ഓക്കെ. ഇത് നമ്മുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അതും വിലപേശി മേടിക്കുന്നവരുണ്ട്. റോഡരികിൽ വെച്ച് വിൽക്കുന്ന ദൈവങ്ങളെ അമ്മ 500 എന്ന് പറയുമ്പോൾ ഇത് 500-നൊന്നും ഇല്ല, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം, ഇത് 300 തന്നേക്കാം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഈ 300 കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെക്കുന്നതിനോട് പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥന തുടങ്ങും. എത്രന്റെ വിലയാ? ഇവിടെ ഒരു 10,000 ഒരു 50,000 ഒക്കെ പിന്നെ ഒരു ഗമയുണ്ടെന്ന് വെക്കാം. ഇത് 300 രൂപ കൊടുത്ത് തെരുവിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിറ്റേ ദിവസത്തിന്റെ ബുദ്ധി ആരാണ് കെട്ടിക്കളഞ്ഞത്? അമ്മേ ബൈബിള് വായിക്കുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങൾ ശുദ്ധം ചെയ്ത് മയക്കിയത്. ഒന്ന് ശ്രദ്ധിക്കുക പ്രിയമക്കളെ, നമ്മുടെ കയ്യിലെ പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രൂപം മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ തന്നെ അതിനെ ദൈവമായിട്ട് ചിത്രീകരിക്കുന്നു എങ്കിൽ നിന്റെ ബുദ്ധി എവിടെ പോയി? ഇത് ദൈവമാണോ? ഇത് ദൈവമാണോ? ഇതിന് ദൈവമാകാൻ പറ്റുമോ പ്രിയമക്കളെ? ഇത് ദൈവമല്ല, നിന്റെ കയ്യിലെ പൈസയുടെ മുതലാണ്. നീ അതിനെ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ താഴെ വീണ പൊട്ടിപ്പോകും. അമേശ്വരം താഴെ വീണ പൊട്ടിപ്പോകും. ഉറപ്പിച്ചു വെച്ചില്ലെങ്കിലോ അമേശ്വരം അത് താഴെ വീണ പൊട്ടിപ്പോകും. പിന്നെ ഒരു മാസം വീട് അടച്ചിട്ട് പിറ്റേ ദിവസം വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച മാറാമ്പലെല്ലാം പിടിച്ച് അമേശ്വരം പല്ലിയെല്ലാം കാഷ്ടിച്ച് അമേശ്വരം ഒരു പരുവത്തിലായിട്ട് തുടച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പോലെ അതിനെ കാണുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അമേശ്വരം നിങ്ങൾ അങ്ങനെ വീട് അടച്ചിട്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായി വന്നു കഴിയുമ്പോൾ എല്ലാം ഇവരെല്ലാം ക്ലീൻ ആയിട്ട് കുളിച്ച് റെഡിയായിട്ടിരിക്കുന്ന പോലെ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രഷായി. അമേശ്വരം നമ്മൾ ചെല്ലുമ്പോ ഈ രൂപങ്ങൾ ഫോട്ടോകൾ എല്ലാം നല്ല രീതിയിൽ ഇരിക്കുക. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ചെയ്യുന്ന പരിപാടി 1 മാസം 1.5 മാസം 2 മാസം 3 മാസം ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോ ആദ്യം ചെയ്യുന്നത് ബ്രഷ് എടുത്ത് അല്ലെങ്കിൽ തുണി എടുത്ത് ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. കുറെ ദിവസമായിട്ട് പല്ലി, പാറ്റ, പഴുതാര ഇതൊക്കെയാണ് ഇവരുടെ കൂട്ടുകാര്. ഇതെല്ലാം കയറി ഇവരെ അമേശ്വരം അങ്ങ് ബുദ്ധിമുട്ടിക്കും. പിന്നെ നമ്മൾ ചെന്ന് നമ്മുടെ കൈ സഹായമില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് തുറക്കുകയാണ്, മനസ്സിലാക്കുക. ഇത് ദൈവം, അക്ഷയനായ ദൈവം. ആ ദൈവത്തെ കുറിച്ചാണ് ആ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കണം. ഇവനെ മാത്രം ഒന്ന് ഓർത്തെ. ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളുടെയും ശവകുടീരങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരുത്തന്റെ ശവകുടീരം തുറന്നു കിടക്കുകയാണ്. ഇസ്രായേലില് ഒരു ശവകുടീരം തുറന്നു കിടക്കുകയാ. അവിടുത്തെ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു എഴുത്തവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന യേശു അവൻ ഇവിടെ ഇല്ല, അവൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ആമേൻ. നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഇവിടെ ഇല്ല, അവൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പൊ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അടുത്ത വാക്യം അതാകുന്നു. ഇതാണ് ഞങ്ങളുടെയും സുവിശേഷം. കേട്ടോ പ്രിയ മക്കളെ, അതായത് മതപ്രചരണമോ ആമേശ്വത ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. യേശുവാണ് സുവിശേഷം. ആമേശ്വരം, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സദ്വർത്തമാനത്തിന്റെ സുവിശേഷമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അതാകുന്ന പൗലോസ് പറയുന്നത് ഇതാകുന്നു എന്റെ സുവിശേഷം. അല്ലാതെ വിഭാഗത്തിലേക്ക് മാറ്റുന്നതോ സംഘടനയിലേക്ക് ചേർക്കുന്നതോ ജാതി മാറ്റുന്നതോ ഒന്നുമില്ല. സ്വന്തം ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം ശ്രമിക്കുന്നു. ഇത് അറിയിക്കുന്നത് നിമിത്തം പൗലോസിന് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് കഷ്ടവും തടവും തല്ലും പരിഹാസങ്ങളും നിന്ദകളും ഒക്കെയാണ്. സ്തോത്രം. എന്നാൽ അടുത്ത വാക്യമാണ്, അടുത്ത വചനമാണ് നമ്മൾ എടുത്തൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദൈവവചനത്തിനോ ബന്ധനമില്ല. ലോകത്തിലെ പലതിനെയും നമുക്ക് ബന്ധിക്കാം. സ്വന്തം പലതും ബന്ധിക്കപ്പെട്ടു പോകാനും ചാൻസ് ഉണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന ദൈവവചനത്തിന് ബന്ധനമില്ല. സ്വന്തം ഇതിന് ബന്ധനമില്ലാത്തത് കൊണ്ട് ബന്ധിക്കപ്പെട്ട സകല വ്യക്തിത്വങ്ങളുടെയും ബന്ധനത്തെ അഴിക്കാൻ ഈ വചനം ഏറ്റവും അനുഗ്രഹമല്ല. ഇന്ന് കടലിൽ നിന്ന് ഓർപ്പിക്കുകയാണ്. എത്ര വലിയ തെറ്റ് തെറ്റിയെന്നാലും എത്ര വലിയ കൂട്ടിയെന്നാലും ഒക്കെ അഴിച്ചെടുപ്പാൻ കഴിവുള്ള ഒന്നാണ് ദൈവത്തിന്റെ വചനം. കാരണം ഇതിന് എന്നില്ല.
ഇതിന് ബന്ധനമില്ല. ഇതിനെ കെട്ടാൻ പറ്റത്തില്ല, ഇതിനെ പൂട്ടാൻ പറ്റത്തില്ല, ഇതിനെ ഒതുക്കാൻ പറ്റത്തില്ല. സ്വതി എത്ര ദൂരത്തിലാണെങ്കിൽ പോലും ഈ ദൈവത്തിന്റെ വചനം കടന്നു ചെന്ന് വ്യക്തിക്കപ്പെട്ടവന് നിങ്ങൾ കൊടുക്കുവാൻ കഴിയുമെന്ന് ആത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതിന് ബന്ധനമില്ല. ഈ വചനത്തിന് എന്തില്ല മക്കളെ? ബന്ധനമില്ല. സ്വതം ബന്ധനമില്ലാത്തത് കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടവനെ അഴിക്കാൻ പറ്റുന്നത് കേട്ടോ. സ്വതം ദൈവത്തിന്റെ വചനം. എന്താണ് വചനം? വചനം എന്താ മക്കളെ? യേശു ക്രിസ്തുവാണ് വചനം. സ്വതം ഹല്ലേലൂയ. ആദിയിൽ അവൻ ഉണ്ടായിരുന്നു, ഇല്ലേ? അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഒന്ന് വായിച്ചേ. ആദിയിൽ എന്താ ഉണ്ടായിരുന്നത്? വചനം ഉണ്ടായിരുന്നു. എന്താണ് വചനം? യേശു ക്രിസ്തുവാകുന്ന വചനം. ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ക്രിസ്തു നിന്നെ വിട്ട് അകന്നു പോയിട്ടില്ല. നിന്റെ അകത്തിന്റെ അകത്തളത്തിൽ വചനം കിടക്കുന്നുണ്ടെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ്. നിന്റെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് സഹായിക്കും. ആമേൻ. നമ്മള് ദൈവത്തിന് വേണ്ടി വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ കൊച്ചു ഹൃദയം. ആ ഹൃദയം ഒന്ന് ദൈവത്തിന് പകരാൻ പറ്റുമോ പ്രിയ മക്കളെ? നമ്മുടെ തലമുറകളിലേക്ക് പരിശുദ്ധ ദൈവം കൈമാറ്റം ചെയ്യും കേട്ടോ. അപ്പന്റെ ഹൃദയത്തിൽ വചനം കിടക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ ഹൃദയത്തിൽ വചനം കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തലമുറകളിലേക്ക്, മക്കളിലേക്ക് ഈ വചനം കൈമാറ്റം ചെയ്യപ്പെടും. ഇത് ദൈവത്തിന്റെ നീതിയാണ്, ഇത് ദൈവത്തിന്റെ വാക്തത്വമാണ്. ഇത് വലിയൊരു യെശയ്യാ പ്രവചനം 59-ാം അധ്യായം എടുക്കണമെന്ന് കരുതിയതല്ല. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും. ഒന്നുകൂടി വായിക്കാം. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. അതുകൊണ്ട് സ്വത പിതാക്കന്മാരെ, അമ്മമാരെ, നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകളായി തീരുന്നതിന് സ്വത ഏറ്റവും വലിയൊരു വഴിയാണ് ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ വിളിച്ചു പറയുക. ഇത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒന്നാണ്. അത് മക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കാലത്ത് മറ്റുപോകത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ സന്തതി തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവവചനമകത്ത് കിടക്കുന്ന ഒരു ദൈവഭക്തന്റെ ഒരു മനുഷ്യന്റെ കുഞ്ഞുങ്ങള്, മക്കള് ഒരുപക്ഷെ അവരുടെ വളർച്ചകളിൽ നമുക്ക് തോന്നിയെന്നിരിക്കാം അവര് സ്വതം പിടിച്ചാൽ കിട്ടത്തില്ല, സ്വതം വേറെ വഴികളിലൊക്കെ തിരിഞ്ഞു പോകുമെന്ന്, അല്ലെങ്കിൽ അനുസരണക്കേട്, അല്ലെങ്കിൽ ദോഷവശം, ഇതൊക്കെയും ഒരുപക്ഷെ മാതാവ് പിതാവിനെ കാണുന്നുണ്ടാകും. പക്ഷെ നിന്റെ അകത്തിന്റെ അകത്തളത്തിൽ ആത്മീകമായ വചനങ്ങൾ ക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നിന്റെ തലമുറ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. നിന്റെ തലമുറ ഒരിക്കലും തകർന്നു പോകത്തില്ല. പരിശുദ്ധ ദൈവത്തിന്റെ കരുണ കുഞ്ഞുങ്ങളോട് കൂടെയിരിക്കും. ആമേൻ. വചനത്തിന് ശക്തിയുള്ള പ്രിയ മക്കളെ, ഇവിടെ വായിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പോകാം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. സ്തോത്രം. വചനം ദൈവമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ വെളിച്ചമായിരുന്നില്ല. അടുത്തത് അടുത്ത വാക്യം.
അടുത്ത വാക്യം. വചനം വചനം ജഡമായി തീർന്നു. ആമേ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവ വെളിച്ചമാണ്. ആമേ സ്തോത്രം. എന്ന് മുനിവരന്മാർ പലരും ചോദിക്കുകയാണ്, ജ്യോതിർഗമയ, സദ്ഗമയ, അമൃതംഗമയ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. വെളിച്ചം എവിടെ? ആമേ സ്തോത്രം. ജീവൻ എവിടെ എന്നൊക്കെ ഇവര് ചോദിച്ചോണ്ടി. വെളിച്ചം വന്നു, അറിഞ്ഞിട്ടില്ല. വെളിച്ചം വന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ എന്ത് ചെയ്തു? പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആരാ വചനം? യേശു ക്രിസ്തുവാ വചനം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വചനം കടക്കട്ടെ. അവൻ വല്ല വഴികളിലൂടെ സഞ്ചരിച്ച മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെന്നാൽ ഒരിക്കലും നടക്കത്തില്ല. വചനത്തിന് വേരൂന്നി വളർത്താൻ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറകളെയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് നടത്തുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. അവൻ സ്വന്തം വചനം ദൈവമാണ്, വചനം യേശുവാണ്. ആമേ സ്തോത്രം. എത്ര പേര് ഇന്ന് ആമേ സ്തോത്രം ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു സമയമെങ്കിലും, ഒരു 2 മിനിറ്റെങ്കിലും ഒന്നും വചനം ബൈബിൾ തുറന്ന് വായിച്ചവരുണ്ടോ? എന്നും ബൈബിൾ വായിക്കുന്നവരുണ്ടോ? ആമേ സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞായറാഴ്ച ആലയത്തിൽ കടന്നു വന്ന് സങ്കീർത്തനം വായിക്കുന്ന സമയത്താണോ? അപ്പൊ ഇരട്ടവാലിനൊക്കെ ചിലർക്ക് തുറക്കുമ്പോഴത്തേക്ക് പേടിച്ചു. കാരണം അതിന്റെ അകത്തുനിന്ന് വരുന്നത് ആമേ സ്തോത്രം ഇരട്ടവാലനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ആയിരിക്കും. കാരണം തുറക്കുന്നത് അന്ന്. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇത് ആലയത്തിൽ കടന്നു വന്ന് സങ്കീർത്തനം വായിക്കാനുള്ള പുസ്തകമല്ല, ഇത് മനുഷ്യന്റെ കാറ്റലോഗാണ്. അത് നിന്നെ നടത്തുവാൻ നിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ദൈവത്തിന്റെ അത് പുസ്തകം. വചനം നീ വായിക്കണം പ്രിയ മക്കളെ, വചനം ധ്യാനിക്കണം. ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഈ വിഷയത്തെ ഈ വചനം പൊക്കിയെടുക്കണം. ആമേൻ സ്തോത്രം. ഒരുപക്ഷെ മനുഷ്യന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം കരയാത്ത വ്യക്തിത്വങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ കരയും. മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കാത്ത വ്യക്തിത്വങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ സമർപ്പിക്കും. ആമേൻ ജീവിതത്തെ ചിന്തിപ്പിക്കാൻ ഇടയായി തീരും. നിങ്ങളിപ്പോൾ എന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷെ ഈ വചനത്തിനൊരു ശക്തിയുണ്ട്. നിങ്ങൾ എന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ചില മാറ്റങ്ങൾ അവൻ പരിശുദ്ധാത്മാവ് വരുത്തുവാനിടയായി തീരും. കാരണം വചനത്തിന് ശക്തിയുണ്ട്. വചനം ജീവനാണ്. ആമേ സ്തോത്രം. ചൈതന്യമാണ്. ഇനി വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. ആമേ സ്തോത്രം. ആമേ ശരീരത്തെ മുറിക്കാതെ, ആമേ സ്തോത്രം ശരീരത്തെ മുറിക്കാതെ, ഹൃദയത്തെ മുറിക്കാതെ അതിന്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുക അത് കഴിവുള്ള ദൈവത്തിന്റെ മകന നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, ആമേ ഹൃദയത്തിലെ ഭാരങ്ങളും വേദനകളും ആമേ സർവശക്തനായ ദൈവം ആമേ സ്വന്തം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റിത്തരും പ്രിയ മക്കളെ. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് ദൂതായി പറയുക, ഹൃദയ വേദനയോടുകൂടെ ഇന്ന് പകൽക്കാലം ആലയത്തിലായിരിക്കുന്ന ദൈവം പൈതലേ, ആമേ മനീഷികമായ വാക്കുകളിൽ ഇനി ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ വാചകമയച്ച നിന്റെ ഹൃദയത്തിലെ കല്ലുപോലെയുള്ള ഭാരത്തെ ദൈവമെന്ന് മാറ്റിത്തരിക.